അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വ്യക്തിപൂജ പാടില്ല, ആളുകളെ ഒന്നും പാടില്ല, ഫ്ലെക്സ് വെക്കാൻ പാടില്ല, അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ പാർട്ടി ഏത് പോളിറ്റ് ബ്യൂറോയിലാണ്, ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയമാറ്റം എന്ന് പറയാം? നിങ്ങൾ ഈ നയമാറ്റം എന്ന് പറയണല്ലോ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. പിന്നെ സാർ, ഇവിടെ മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. ആര്? MV ഗോവിന്ദൻ മാഷ്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, കാരണം അടുത്തെത്താൻ പറ്റില്ല. ഒരു പരാതി 20 ആള് പോയിട്ട് ഒരു 100 ആളിക്ക് അയ്യഞ്ചിച്ച പരാതിയൊക്കെ നിങ്ങൾ വാങ്ങണ്ടേ? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒറ്റ തഹസിൽദാർക്ക് പരാതി കൊടുത്തിട്ട് ഒരു കാര്യം തീരുമാനമായി. അവസാനം നമ്മ കേരള സൗസിൽ പോയി. കേരള സൗസിൽ പോയപ്പോ ഓൻ പോയോണ്ട് പരാതി കൊടുക്കുമ്പോ പിന്നെ അത് വാങ്ങണ ആ തഹസിൽദാരാ സർ. ഇപ്പൊ നിങ്ങൾക്ക് കേരളയില് ഞാൻ കണ്ണൂരിൽ നിന്ന് അപ്പം തിന്നാല് തിരുവനന്തപുരത്ത് നിന്ന് തിന്നാറ് ഗോവിന്ദൻ മാസ്റ്റർ ക്ലാസ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെ ഈ നവ കേരള സദസ് എന്തുണ്ടായത്? ഒരുപാടുണ്ടല്ലോ. എല്ലാരെയും ബൂർഷ എന്ന് പറയുന്ന ഇങ്ങള് ആ ബൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കണ ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പറ സാധനങ്ങൾ കൊണ്ടു. ഉളുപ്പറ സാധനങ്ങൾ കൊണ്ടു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 20 മന്ത്രിമാരിങ്ങനെ വന്ന് എല്ലാവരും നല്ല പുതിയാപ്പിളായി 20 ആളും ഇവിടുന്ന് തേട്ടം പോണ മാതിരി കാസർഗോഡ് നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് 42 ദിവസം എന്നിട്ട് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുണ്ട്. എല്ലാത്തിന്റെ വെയിറ്റ് 6 കിലോ നിങ്ങളുടെ കൂടി നല്ല നാട്ടുകാർക്കത് പ്രയോജനം ഉണ്ടായി. നാട്ടുകാർക്കത് പ്രയോജനം. നീ അങ്ങോട്ട് നോക്കി. കാരണം ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. എന്തോ ഞാൻ പറഞ്ഞു, അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ എങ്ങനെയാ ഒരു വല്ലം